Hello dear children, welcome to Kids Area Online. എല്ലാവരും ക്ലാസ്സിന് റെഡിയാണോ? ഇൻ്റഗ്രേഷൻ ഡേ 1 എക്സാം നന്നായിരുന്നു അല്ലേ? എല്ലാവരും നല്ലതുപോലെ എഴുതി. ഇൻ്റഗ്രേഷൻ ഡേ 2ലേക്ക് നമുക്ക് പോയാലോ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ? നോക്കാം. യെസ്, കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തേർഡ് ടേമിൻ്റെ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് December 29 ആണ്. സ്റ്റാൻഡേർഡ് 1 മുതൽ സ്റ്റാൻഡേർഡ് 5 വരെയാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നത്. മൺഡേ ടു ഫ്രൈഡേ എല്ലാ ദിവസവും വൈകുന്നേരം 1 hour ലൈവ് ക്ലാസ് ആയിരിക്കും. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. അതുപോലെ കിഡ്സ് ഏരിയ ഓൺലൈൻ എഴുതാനും വായിക്കുവാനും ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്കായിട്ട് ഇംഗ്ലീഷ് ആൻഡ് മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. സ്പെഷ്യൽ ക്ലാസ്സസ് നൽകുന്നുണ്ട്. ഇപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ബാച്ചിലേക്കുള്ള അഡ്മിഷൻ മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്യും. ഏപ്രിലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. വെക്കേഷനിലാണ്. താല്പര്യമുള്ളവർ അത് ഓർമ്മയിൽ വെക്കുക. ആ സമയം അഡ്മിഷൻ എടുക്കാനായിട്ട് ഓർമ്മിക്കുക. അതും അഡ്മിഷൻ എടുക്കാനായിട്ട് ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും. 9746487799. ആമിയുടെ ഡയറി എഴുതാൻ ചോദിച്ചാൽ എങ്ങനെ ഡയറി എഴുതാം എന്നാണ് ടീച്ചർ ആദ്യം പറയാൻ പോകുന്നത്. ഡയറി എഴുതാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയണോ? ഇന്ന് എന്താണ് നടന്നത്? ഇവിടെ നോക്കിയേ, ആമി എഴുതിയ ഡയറി നോക്കണേ. ഡയറി എഴുതിയ ശേഷം ആമി ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. ആമി ഒരു ചിത്രവും കൂടെ വരച്ചിട്ടുണ്ട്. കണ്ടോ? ആമി ഡയറി എഴുതിയിട്ട് എന്ത് ചെയ്തു? അതിന് താഴെ അല്ലെങ്കിൽ വശത്തോ ഒരു ചിത്രം കൂടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഡയറി എഴുതുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ അന്നത്തെ ദിവസം എഴുതിയ ശേഷം ഒരു ചെറിയ ചിത്രം കൂടി വരയ്ക്കണം. ആ എഴുതിയതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രം കൂടി വരയ്ക്കാം. ആമിയുടെ ഡയറി എങ്ങനെയായിരുന്നു? ഞാൻ ഇന്ന് അമ്മാവൻ്റെ വീട്ടിൽ പോയി. ഇന്ന് നടന്ന കാര്യമാണ് ഡയറി. ഇന്ന് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? ഇന്ന് നിങ്ങൾ വീട്ടിൽ രാവിലെ അമ്മ എഴുന്നേൽപ്പിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിച്ചു. അച്ഛനുമൊത്ത് പുറത്തു പോയി. എന്തൊക്കെ ചെയ്തു? നിങ്ങളെപ്പോൾ മടങ്ങിയെത്തി? അവിടെ നിങ്ങൾ എന്തൊക്കെ ചെയ്തു? ഇനി സ്കൂളിൽ പോയതാണെങ്കിൽ സ്കൂളിൽ എന്തൊക്കെ പഠിച്ചു? അങ്ങനെ രാവിലത്തെ കാര്യം എഴുതണം, ഉച്ചത്തെ കാര്യം എഴുതണം, വൈകുന്നേരത്തെ കാര്യം എഴുതണം, രാത്രിയുള്ള കാര്യം എഴുതണം. അപ്പോൾ എന്താ? ഒരു നല്ലൊരു ഡയറി ആകും. ഇവിടെ നോക്കി, ഇന്ന് അമ്മാവിൻ്റെ വീട്ടിൽ പോയ ഡയറിയാണ് എഴുതിയിട്ടുള്ളത് ആമി. എന്താണ് നോക്കാം. ഞാൻ ഇന്ന് അമ്മാവൻ്റെ വീട്ടിൽ പോയി. വീടിന് മുന്നിൽ വലിയ തോട്ടമുണ്ട്. അമ്മാവിൻ്റെ വീടിന് മുന്നിൽ വലിയ തോട്ടമുണ്ട് കേട്ടോ. അതുകൊണ്ട് എഴുതിയിരിക്കുവാണ് വീടിന് മുന്നിൽ വലിയ തോട്ടമുണ്ട്. മാവും പേരയും ചാമ്പയും തെങ്ങും കവുങ്ങും ധാരാളമുള്ള തോട്ടം. അവിടെ എന്തൊക്കെയുണ്ട്? മാവും പേരയും ചാമ്പയും തെങ്ങും കവുങ്ങും ധാരാളമുള്ള തോട്ടം. ചാടിക്കളിക്കുന്ന അണ്ണാനും പറന്നു കളിക്കുന്ന കിളികളുമുണ്ട്. തെങ്ങിൻ പൊത്തിൽ ഒരു തത്തയെ കണ്ടു. അപ്പൊ ഇന്ന് ആമി എന്ത് കണ്ടു? തെങ്ങിൻ പൊത്തിൽ ഒരു തത്തയെ കണ്ടു. ചിലന്തി വലയിൽ വലിയ ചിലന്തിയെ കണ്ടു. ഞാനും ജാനിയും പേരയ്ക്കയും ചാമ്പയ്ക്കയും തിന്നു. അപ്പൊ ഇന്ന് അവർ ചെയ്ത കാര്യങ്ങളാണ്. ഇന്ന് അവർ എന്ത് ചെയ്തു? പേരയ്ക്കയും ചാമ്പയ്ക്കയും തിന്നു. ഇതാണ് ജാനിയും ആമിയും. അവർ പേരയ്ക്ക കഴിക്കുന്നത് കണ്ടോ? കിളികൾ കണ്ടോ മരത്തിൽ നിന്ന്? മാവ്, പേര, അങ്ങനെ ഒത്തിരി മരങ്ങളുണ്ട്. ഇതവർ ആമിയും ജാനിയും കൂടെ പേരയ്ക്ക കഴിക്കുന്ന ചിത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഡയറിയോടൊപ്പം വരച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ നിങ്ങളുടെ ഡയറി എഴുതാൻ പറഞ്ഞാൽ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക വിശേഷമുണ്ടെങ്കിൽ ആ ഡയറി എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ കാര്യത്തിൽ എന്താണോ നടന്നത് നിങ്ങളുടെ ജീവിതത്തിൽ, അതെന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ സെൻറ്റൻസിൽ എഴുതണം, നിങ്ങളുടെ വാക്യത്തിൽ എഴുതണം. എന്നിട്ട് എന്തുകൂടി വരയ്ക്കണം? ഒരു ചിത്രം കൂടി വരയ്ക്കണം. ഓക്കെ? നിങ്ങളുടെ ഡയറി ആണെങ്കിൽ എൻ്റെ ഡയറി എന്ന് എഴുതാം. ഓക്കെ? ഇപ്പോൾ ഡയറി എഴുതുന്ന കാര്യം മനസ്സിലായോ? ഇന്ന് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ആണ് ഡയറി. ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് എഴുതി വെക്കുന്നതാണ് ഡയറി. എന്നിട്ട് അതോടൊപ്പം എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു ചിത്രം കൂടി എന്ത് ചെയ്യുക? വരയ്ക്കുക. കഥ എഴുതുക. ഈ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കഥ ഓർമ്മ വരുന്നുണ്ടോ? ചിത്രം കണ്ടിട്ട് എന്തെങ്കിലും കഥ ഓർമ്മ വരുന്നുണ്ടോ? നോക്കിയേ, ഒരു ഉറുമ്പ് വെള്ളത്തിലുണ്ട്. പ്രാവ് കാണുന്നുണ്ട്. പ്രാവ് മരത്തിൽ നിന്നും ഇല കൊത്തുന്നുണ്ട്. താഴെ ഇട്ട് കൊടുത്തു. ഉറുമ്പ് അതിൽ കയറി. ഉറുമ്പ് കരയിലെത്തി. പ്രാവിന് നന്ദി പറയുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ചിത്രം കണ്ടപ്പോൾ നിങ്ങൾക്ക് കഥ മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ആ കഥ എഴുതണം. അപ്പോൾ കഥ എഴുതാൻ ചോദിച്ചാൽ ചിത്രം നൽകിയിട്ടുണ്ടെങ്കിൽ ചിത്രത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു കഥ ഉണ്ടാക്കണം.
ചിത്രം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ കഥ എന്ത് ചെയ്യണം നിങ്ങൾ എഴുതണം. ഇവിടെ എന്താ, ഉറുമ്പ് വെള്ളത്തിൽ വീണു. ഒരു ദിവസം ഒരു ഉറുമ്പ് വെള്ളത്തിൽ വീണു. ഉറുമ്പിനെ പ്രാവ് കണ്ടു. ഉടനെ പ്രാവ് ഒരു ഇല കൊത്തി വെള്ളത്തിലിട്ടു. ഉറുമ്പ് ഇലയിൽ കയറി കരയിലെത്തി. ഉറുമ്പ് പ്രാവിനോട് നന്ദി പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതുപോലെ ചിത്രം തന്നിരുന്നാൽ കഥ എഴുതാൻ മനസ്സിലായോ? ആ ചിത്രങ്ങൾ നിങ്ങൾ നല്ലതുപോലെ നോക്കുക. നോക്കിയ ശേഷം അതിൽ നിന്ന് എന്ത് ചെയ്യണം, ഒരു കഥ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ആ മനസ്സിലായ കഥ എന്ത് ചെയ്യണം, ഇതുപോലെ നല്ല മനോഹരമായിട്ട് എഴുതണം. ഓക്കെ, കഥ എഴുതാൻ മനസ്സിലായോ? ചിത്രം നൽകിയിട്ട് ചിത്രകഥ, നിങ്ങൾ കളിക്കുടുക്കൊക്കെ വായിച്ചിട്ടുണ്ടോ? അതിൽ ചിത്രകഥ കണ്ടിട്ടുണ്ടോ? ഓരോ ചിത്രത്തിനും അനുയോജ്യമായ രീതിയിൽ കഥ എഴുതണം. ഓക്കെ, മനോഹരമായി നിറം നൽകൂ. നിങ്ങൾക്ക് നിറം നൽകാൻ അറിയാലോ. ടീച്ചർ പറയുന്നത് പോലെ നിറം നൽകണം. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും എങ്ങനെയാണ് നിറം നൽകേണ്ടതെന്ന് ഉണ്ടാവും. അപ്പോൾ ടീച്ചർ പറയും സൂര്യന് മഞ്ഞ നിറം കൊടുക്കുക. അപ്പോൾ എന്ന് പറയുമ്പോൾ സൂര്യൻ എവിടാണ്? സൂര്യൻ കണ്ടോ? ഇതാണ് സൂര്യൻ. അപ്പോൾ സൂര്യൻ എന്ത് നിറമാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്? മഞ്ഞ നിറം. അപ്പോൾ നമ്മൾ സൂര്യൻ എന്ത് നിറം കൊടുക്കണം? മഞ്ഞ നിറം കൊടുക്കണം. മഞ്ഞ നിറം എടുത്താൽ നിങ്ങൾ ക്രയോൺ കൊണ്ടുപോകണം കേട്ടോ. ക്രയോൺസ് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കളർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കണ്ടോ? ഇതുപോലെ എന്ത് ചെയ്യണം? മഞ്ഞ നിറം കൊടുക്കണം. പുറത്തു പോകാതെ നിറം കൊടുക്കണേ. അടുത്ത് പറയുവാണ് മരത്തിന് പച്ച നിറം കൊടുക്കുക. മരം എവിടാണ്? ഇവിടെ. മരത്തിന് പച്ച നിറം കൊടുക്കുക. നിറം കൊടുക്കുമ്പോൾ നമ്മൾ അരിക് കളർ ചെയ്തിട്ട് നിറം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്തു പോകത്തില്ല. പുറത്തു പോകാതെ എന്ത് ചെയ്യാം? കളർ ചെയ്യാനായിട്ട് കഴിയും. മരത്തിന് പച്ച നിറം കൊടുക്കുക. പച്ച നിറം എല്ലാവർക്കും അറിയാലോ അല്ലേ? ഇലയുടെ നിറം പച്ച നിറം കൊടുക്കുക. പൂക്കൾക്ക് ചുവപ്പ് നിറം കൊടുക്കുക. പൂക്കൾക്ക് ചുവപ്പ് നിറം കൊടുക്കുക. അപ്പോൾ എവിടെയാണ് പൂക്കൾ ഉള്ളത്? ഇവിടെയാണ് പൂക്കൾ ഉള്ളത്. പൂക്കൾക്ക് ചുവപ്പ് നിറം കൊടുക്കുക. ഇനിയും പൂക്കളുണ്ട്. അപ്പം എല്ലാ പൂക്കൾക്കും എന്ത് ചെയ്യണം? ചുവപ്പ് നിറം ഇതുപോലെ കൊടുക്കണം. പൂക്കൾക്ക് ചുവപ്പ് നിറം കൊടുക്കുക. മനസ്സിലായോ? ഇതുപോലെ നിറം കൊടുക്കാൻ പറഞ്ഞ് നിങ്ങൾക്ക് നിറം കൊടുക്കുമോ? ആകാശത്തിന് എന്ത് നിറം കൊടുക്കാം? നീല നിറം കൊടുക്കാം. ഇവിടെ എന്ത് നിറം കൊടുക്കാം? നീല നിറം നമുക്ക് ആകാശത്തിന് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ നല്ല മനോഹരമായി എന്ത് ചെയ്യണം? നിറം നൽകണം. തടിക്ക് ഏത് നിറമാണ് കൊടുക്കേണ്ടേ? തവിട്ട് നിറം. തടിക്ക് ഏത് നിറം കൊടുക്കും? തവിട്ട് നിറം കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇതുപോലെ നിങ്ങൾ നിറം നൽകാൻ പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായിട്ട് ഇതുപോലെ നിറം നൽകണം. എല്ലാവരും ചെയ്യില്ലേ? ചെയ്തില്ലേ? യെസ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ശരിയായ രീതിക്ക് നേരെ അടയാളം നൽകുക. ഇവിടെ നിങ്ങൾ ചിത്രത്തിൽ കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ട്. അവർ ചെയ്യുന്ന ശരിയായിട്ടുള്ളതിന് മാത്രം എന്ത് ചെയ്യണം? നിറം കൊടുക്കണം. അപ്പോൾ നിങ്ങൾ പറയോ ശരിയായിട്ടുള്ളത് ഏതാണെന്ന് പറയോ? ഈ കുട്ടി ബ്രഷ് ചെയ്യുന്നുണ്ട്, പക്ഷെ വെള്ളമെല്ലാം താഴെ പോകുന്നു. നല്ല ശീലമാണോ ചീത്ത ശീലമാണോ? നല്ല ശീലമല്ല, ചീത്ത ശീലമാണ്. വെള്ളം എന്ത് ചെയ്യാൻ പാടില്ല? വേസ്റ്റ് ആക്കാൻ പാടില്ല. ഇവിടെ നോക്കിയേ, ഈ പെൺകുട്ടി ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു. നല്ല ശീലമാണോ മോശ ശീലമാണോ? നല്ല ശീലമാണ്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഒരു ബക്കറ്റ് വെള്ളം നിറഞ്ഞൊഴുകിയപ്പോൾ അടുത്ത ബക്കറ്റ് കൊണ്ടുപോകുന്നുണ്ട്. വെള്ളം പാഴാകാതെ നോക്കുന്നത് നല്ല ശീലമാണോ ചീത്ത ശീലമാണോ? നല്ല ശീലമാണല്ലേ. കണ്ടോ, ബക്കറ്റ് നിറഞ്ഞൊഴുകിയപ്പോൾ എന്ത് ചെയ്തു? അടുത്ത ബക്കറ്റ് മാറ്റി വെക്കാനായിട്ട് കൊണ്ടുപോകുന്നു. ഇവിടെ നോക്കിയേ, ഫോൺ നോക്കുന്നു. ഇവിടെ കാറ് കഴുകാനായിട്ടുള്ള ഓസിൽ നിന്നും വെള്ളം പോകുന്നു. ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നല്ല ശീലവും ചീത്ത ശീലവും അറിയാലോ? അറിയാവോ?
നഖം വെട്ടുന്നത് നല്ല ശീലമാണോ ചീത്ത ശീലമാണോ? നഖം വെട്ടുക. നഖം വെട്ടുന്നത്, നഖത്തിന്റെ ചിത്രം തന്നിരുന്നാൽ നല്ല ശീലമാണോ ചീത്ത ശീലമാണോ? നല്ല ശീലമാണ്. ഓക്കെ. വെള്ളം പാഴാക്കുന്നത് നല്ല ശീലമാണോ ചീത്ത ശീലമാണോ? ചീത്ത ശീലമാണ്. അപ്പൊ നല്ല ശീലം ചീത്ത ശീലം നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് അറിയാലോ. വരികൾ കൂട്ടിച്ചേർത്ത് എഴുതുക. ഇവിടെ നോക്കിയേ, മാമ്പഴമുണ്ട്, വാഴപ്പഴമുണ്ട്, ചക്കപ്പഴമുണ്ട്. ഇവിടെ മാമ്പഴത്തിന് എഴുതിയിരിക്കുക മാമ്പഴം നല്ല മാമ്പഴം, സ്വാദുള്ള മാമ്പഴം. മാമ്പഴം നല്ല മാമ്പഴം, സ്വാദുള്ള മാമ്പഴം. അപ്പൊ നമുക്ക് വാഴപ്പഴത്തെ എങ്ങനെ എഴുതാം? വാഴപ്പഴം, വാഴപ്പഴം നല്ല വാഴപ്പഴം, മധുരമുള്ള വാഴപ്പഴം. വാഴപ്പഴം കണ്ട് ഇത് അതുപോലെ എഴുതുക. പഴത്തിന്റെ പേര് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ മാമ്പഴം തന്നതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? മാമ്പഴം നല്ല മാമ്പഴം എന്ന് എഴുതി. അപ്പൊ ഇവിടെ വാഴപ്പഴം ആയതുകൊണ്ട് എന്ത് എഴുതണം? വാഴപ്പഴം നല്ല വാഴപ്പഴം. ഇവിടെ ചക്കപ്പഴം, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ചക്കപ്പഴം നല്ല ചക്കപ്പഴം എഴുതാലോ. ഇനി ഇവിടെ സ്വാദുള്ള മാമ്പഴം, അതുപോലെ നമുക്ക് എന്ത് പറയാം? മധുരമുള്ള വാഴപ്പഴം. ചക്കയ്ക്ക് എന്ത് പറയാം? രുചിയുള്ള ചക്കപ്പഴം. അപ്പം ഇതുപോലെ വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാൻ പറഞ്ഞാൽ നല്ലതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുക. ആവർത്തിച്ച് വരുന്ന വരികൾ അതുപോലെ എഴുതുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അക്ഷരത്തെറ്റ് വരാൻ പാടില്ല. വാക്കുകളുടെ ഇടയിൽ കണ്ടോ ഇതുപോലെ സ്പേസ് കൊടുക്കണം, സ്ഥലം കൊടുക്കണം. എന്നാൽ മാത്രമേ ഫുൾ മാർക്സ് കിട്ടത്തുള്ളൂ. അതും നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പോൾ വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന മാതൃക പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? വരികൾ വീണ്ടും എഴുതണം. അതാണ് വരികൾ കൂട്ടിച്ചേർത്ത് എഴുതുക. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ശീലങ്ങൾ നോക്കി, വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാൻ പഠിച്ചു. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യെസ്. അപ്പോൾ ഇതെല്ലാം ഓർമ്മയിൽ വെച്ചേക്കുക. എക്സാമിന് ചോദിച്ചാൽ നന്നായിട്ട് എഴുതുക. ഡയറി ഓർമ്മിക്കുക. കഥ എഴുതുന്നത് എങ്ങനെയാണെന്ന് ഓർമ്മിക്കുക. ഓക്കെ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.